സീതാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. പാപ്പാന്മാരായ ഉണ്ണി, രാഹുൽ എന്നിവർക്ക് പരിക്കേറ്റു. സുർജിത്ത് അയ്യപ്പ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുർജിത്ത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പുൽപ്പള്ളി സീതാലവകുശ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഉത്സവവുമായി ബന്ധപ്പെട്ട് നഗരപ്രദക്ഷിണം എന്നുള്ള ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ശേഷം പുൽപ്പള്ളി ക്ഷേത്ര മൈതാനിയിലേക്ക് ആനയുമായി എഴുന്നള്ളത്ത് എത്തി. ഇതിനിടയിലാണ് ആന ഇടഞ്ഞത്. കൊല്ലത്തു നിന്നുള്ള ശിവൻ എന്നുള്ള ആനയാണ് ഇടഞ്ഞിട്ടുള്ളത്. 2 പാപ്പാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഉണ്ണി, രാഹുൽ എന്നീ പാപ്പാന്മാർക്കാണ് പരിക്കേറ്റുള്ളത്. ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഉടൻ തന്നെ ആനയെ തളയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് ആന ഇടഞ്ഞത്. മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. 2 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിക്ക് ഏറ്റിട്ടുള്ളത്. കൊല്ലത്തു നിന്നുമാണ് ഈ ആനയെ എത്തിച്ചത്. ശിവൻ എന്നാണ് ഈ ആനയുടെ പേര്. SK. ഓക്കെ, ഇപ്പോൾ പരിക്ക് പറ്റിയവരുടെ അവസ്ഥ എന്താണ് സുർജിത്ത്? ഇപ്പോൾ ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് SK നമുക്ക് വ്യക്തമാവുന്ന കാര്യം. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരുന്നു. വലിയ രീതിയിലുള്ള പരിക്കില്ല. പക്ഷേ ആ ഘട്ടത്തിൽ, ആ സമയത്ത് ഒരാളെ ആന പുറത്തുനിന്ന് വീണു എന്നുള്ളതാണ്. ആ വീണ നിലയിലാണ് പരിക്ക് ഏറ്റിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആളുകൾ ചിതറി ഓടിയതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ആനയെ തളയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇത് രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 10 മണിയോടുകൂടി ക്ഷേത്ര മുറ്റത്തേക്ക് ഈ എഴുന്നള്ളത്ത് എത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആന ഇടയുന്നൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മറ്റാർക്കും തന്നെ ഗുരുതരമായ പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. SK. ഓക്കെ, സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കണ്ടില്ലേ, ഈ ആന ആൾക്കൂട്ടത്തിന് നടുവിൽ ആനയുടെ ഓരം ചാരി ആളുകൾ നിൽക്കുകയാണ്. ഈ ആന ഒരു കാട്ടുമൃഗമാണ് എന്നൊരു ചിന്ത പോലും നമുക്ക് പലപ്പോഴും ഇല്ല. ആനയ്ക്കൊരു നെറ്റിപ്പട്ടം കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആന നാട്ടുമൃഗമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വളർന്ന നായ്ക്കളെ പോലെ കിടന്നോളും എന്ന രീതിയിലുള്ള ചിന്തയാണ് ആൾക്കാർ. കാര്യം ഈ പാപ്പാൻ തന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ജീവനും കൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഈ പ്രിയപ്പെട്ട ആളുകൾ അറിയേണ്ട കാര്യം, ഈ ആന കാട്ടിൽ ജീവിച്ചൊരു മൃഗമാണ്. അത് എത്ര ഇണങ്ങി എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. മനുഷ്യർ ഒരു ലാവണ്യപരമായ സൗന്ദര്യപരമായ ഒരു അകലം പാലിച്ച് നിൽക്കണം. ഈ ആന എഴുന്നള്ളത്ത് തന്നെ നിരോധിക്കണോ വേണ്ടയോ എന്നുള്ള 2 അഭിപ്രായമുണ്ട്. കാര്യം ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഉത്സവപ്പറമ്പിലൊക്കെ തന്നെ ആന ഒന്നിടഞ്ഞ് അക്രമകാരിയായാൽ മനുഷ്യർക്ക് അകാലത്തിലെ ജീവൻ നഷ്ടപ്പെടും. കാര്യം കണ്ടില്ലേ, ഈ ആന അവിടെ കൊണ്ട് നിർത്തിയത് കൊണ്ട് എത്ര ആൾക്കാരാണ് രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് ഏറ്റവും വലിയ ദുരന്തം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു. ആളുകൾ, ബുദ്ധിയുള്ള ആൾക്കാർ ആലോചിക്കട്ടെ. എന്തായാലും ഭാഗ്യം, 2 ആനപ്പാപ്പന്മാർക്ക് പരിക്കേറ്റു എന്നല്ലാതെ മറ്റ് അത്യാഹിതങ്ങൾ തൽക്കാലം ഉണ്ടായില്ല. സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.